ജിബിൻ ജെബിയാണ് പാപ്പനംകോട് നിന്നും ചേരുന്നത്. ജിബിൻ, മരണം സംഭവിക്കുന്ന 2 പേർക്ക് ദാരുണാന്ത്യം, മരിച്ചവരുടെ ഡീറ്റെയിൽസ് ലഭ്യമാണോ? എന്താണ് പുതിയ വിവരങ്ങൾ ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്നത് ആ സംഭവ സ്ഥലത്ത് നിന്ന്? പ്രജീഷ്, ഈ പാപ്പനംകോട് ഐലൻഡിന് സമീപം പ്രവർത്തിക്കുന്ന ന്യൂ ഇന്ത്യ അഷുറൻസിന്റെ സ്ഥാപനത്തിലാണ് ഇത്തരത്തിൽ ഉച്ചയോട് കൂടി ഒരു ചെറിയ വലിയ രീതിയിലുള്ള ഒരു തീപിടുത്തം ഉണ്ടായത്. ഇതിലിപ്പോൾ 2 പേർ മരണപ്പെട്ടു എന്നാണ് നമുക്കിപ്പോൾ പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. ഇതിൽ ഈ 2 സ്ത്രീകളിൽ ഒരാൾ ഇവിടെ ജോലി ചെയ്യുന്ന സ്ത്രീയും മറ്റൊരാൾ ഇവിടെ ഈ സ്ഥാപനത്തിൽ ഇവിടുത്തെ സേവനത്തിന് വേണ്ടി എത്തിയ ആളുമാണ് മരണപ്പെട്ടതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും അതിദാരുണമായ ഒരു സംഭവമാണ് കഴിഞ്ഞ ഏകദേശം അരമണിക്കൂറിന് മുമ്പ് ഈ പാപ്പനംകോട് ഉണ്ടായിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവിടെ നിന്ന് ഈ തീയും പുകയും ഉയരുന്നത് കണ്ട് സമീപത്തുള്ള ആളുകളാണ്, ഏറ്റവും അധികം വ്യാപാര സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു മേഖല കൂടിയാണിത്. അതുകൊണ്ട് തന്നെ ആദ്യമായി ഇവിടെ നിന്ന് തീയും പുകയും ഉയരുന്നത് കണ്ട് സമീപത്തെ വ്യാപാര സ്ഥാപനങ്ങളിലുള്ള ആളുകളാണ്. അവരാണ് ഉടൻ തന്നെ ഇവിടെ നിന്ന് ആദ്യം രക്ഷാപ്രവർത്തനം ആരംഭിച്ചത്. ഇവർ കയ്യിൽ കിട്ടിയ ബക്കറ്റുകളിലൊക്കെ തന്നെ ശേഖരിക്കാൻ പറ്റുന്നതിലധികം ജലം ശേഖരിച്ചുകൊണ്ട് ഇവിടെ ഒഴിച്ച് തീ അണയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടത്തി. ആ ഒരു സമയത്ത് തന്നെയാണ് ഇവിടെ ഫയർഫോഴ്സിൻ്റെ സംഘവും എത്തുന്നത്. പക്ഷേ ഫയർഫോഴ്സ് എത്തിയപ്പോഴത്തേക്കും നമുക്ക് ഇവിടെ നിന്ന് ആരെയും ജീവനോടെ രക്ഷിക്കാൻ സാധിച്ചില്ല. 2 പേരെയാണ് പൂർണ്ണമായി കത്തിക്കരിക്കുന്ന നിലയിൽ അവരുടെ മൃതദേഹം ഇതിനുള്ളിൽ നിന്ന് പുറത്തേക്കാൻ സാധിക്കും. എന്തായാലും ഈ 2 പേരെയും ഇപ്പോൾ ഈ 2 മൃതദേഹം ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ പാപ്പനംകോട് ജംഗ്ഷൻ, അതായത് തിരുവനന്തപുരത്ത് നിന്ന് ബാലരാമപുരത്തേക്ക് വരുമ്പോൾ ഈ പാപ്പനംകോട് ജംഗ്ഷനിൽ ഐലൻഡിന് സമീപം വലത്തെ സൈഡിൽ 2ാമത്തെ നിലയിൽ പ്രവർത്തിക്കുന്ന ദ ന്യൂ ഇന്ത്യ അഷുറൻസ് എന്ന കമ്പനിയിലാണ് ഇപ്പോൾ ഈ ഒരു അപകടം ഉണ്ടായിരിക്കുന്നത്. പ്രജീഷ്, അതായത് ഒരു തരത്തിൽ രക്ഷപ്പെടാൻ കഴിയാത്ത വണ്ണം തീ ആളിപ്പടരുകയായിരുന്നു എന്നാണ് നേരത്തെ പ്രദേശവാസി നമ്മോട് പറഞ്ഞത്. അത്യന്തം അങ്ങനെ മറ്റു സമീപത്തേക്കൊക്കെ തന്നെ തീ പടരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിന്റെ കാരണം സംബന്ധിച്ച് കൃത്യമായ ഒരു സ്ഥിരീകരണത്തിലേക്ക് എത്തുന്നുണ്ടോ? പ്രജീഷ്, ഇത് എങ്ങനെയാണ് ഇവിടെ തീപിടുത്തം ഉണ്ടായത് സംബന്ധിച്ച ഒരു കാര്യത്തിലേക്ക് ഇതുവരെ നമുക്ക് പൂർണ്ണമായൊരു ഉത്തരം ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. കാരണം ഇവിടെ നിന്ന് വലിയ രീതിയിലുള്ള തീയും പുകയും കണ്ട് ആദ്യം സമീപത്തുണ്ടായിരുന്ന ആ കടക്കാരാണ് ഈ ഒരു തീയും പുകയും ഉയരുന്നത് ഇവിടെ നിന്ന് ശ്രദ്ധിച്ചത്. അവരാണ് ആദ്യഘട്ടത്തിൽ ഇവിടെ രക്ഷാപ്രവർത്തനത്തിനായി എത്തിയത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. എന്തുകൊണ്ടാണ്, അതായത് ഇത് ഇവിടെ ഇൻഷുറൻസ് കമ്പനിയാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒന്നിലധികം കമ്പ്യൂട്ടറുകളൊക്കെ തന്നെ ഇവിടെ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. അതിൽ നിന്നാണോ അത് അല്ല എന്നുണ്ടെങ്കിൽ ഷോർട്ട് സർക്യൂട്ടോ അങ്ങനെ എന്തെങ്കിലും കാരണങ്ങളുണ്ടോ എന്നുള്ള കാര്യത്തിലൊന്നും തന്നെ ഇതുവരെയും വ്യക്തത ഉണ്ടായിട്ടില്ല. എന്തായാലും ഇവിടെ നിന്ന്, അതായത് സമീപത്തെ സ്ഥാപനങ്ങൾ, ഇവിടെ തന്നെ തൊട്ടടുത്തായി ഒട്ടനവധി വ്യാപാര സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കും. ഇതിൻ്റെ തൊട്ടടുത്തായി തന്നെ ഒരു ചെറിയ രീതിയിലുള്ള ഒരു സ്വർണ്ണക്കടയും അതുപോലെ തന്നെ പതഞ്ജലി തീർത്ഥം, പിന്നെ ഒരു മെഡിക്കൽ സ്റ്റോർ, അത്തരത്തിൽ ഒരുപാട് സ്ഥാപനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങോട്ടേക്ക് തീ പടരാതിരിക്കാനാണ് ഇവിടെ എത്തിയ ഫയർഫോഴ്സ് സംഘം ആദ്യമായി ശ്രമിച്ചത്. അതുകൊണ്ട് തന്നെ സമീപത്തുള്ള കടകളിൽ നിന്ന് ആളുകളെയൊക്കെ തന്നെ മാറ്റിക്കൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് അവർ നടത്തിയതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് ഫലം കണ്ടതുകൊണ്ട് തന്നെയാണ് സമീപത്തുള്ള കടകളിലേക്ക് തീ പടരാതെ മറ്റുള്ളവരെങ്കിലും രക്ഷിക്കാൻ സാധിച്ചതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ ഈ ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനിയുടെ ഓഫീസ് പൂർണ്ണമായി ഈ ഒരു തീ അമർന്നിട്ടുണ്ട്. ആ ഒരു ഓഫീസ് പൂർണ്ണമായി ഈ തീയാൽ വെന്തു എന്ന് പൂർണ്ണമായി കത്തിക്കരിഞ്ഞ അവസ്ഥയിലാണ് ആ ഒരു ഓഫീസ് മുഴുവനുള്ളത്. അവിടെയുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങളൊക്കെ തന്നെ പൂർണ്ണമായി കത്തിക്കരിഞ്ഞ അവസ്ഥയിലാണ് ഉള്ളത്. അവിടെ നിന്നാണ് 2 മൃതശരീരവും പുറത്തേക്കെടുത്ത ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നത്. എന്തായാലും അതായത് ഇവിടെ നിന്ന് തീയും പുകയും ഉയരുന്ന സാഹചര്യത്തിൽ തന്നെ ഇവിടെ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി കയ്യിൽ കിട്ടിയ ബക്കറ്റുമായൊക്കെ തന്നെ സമീപത്തുണ്ടായിരുന്ന ആളുകളൊക്കെ തന്നെ ഓടിയെത്തിയെങ്കിൽ പോലും ഇവിടെ ഉണ്ടായിരുന്ന 2 പേരെ രക്ഷിക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ് വളരെ ദുഃഖകരമായ ഒരു കാര്യം. അവരെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ തന്നെ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനം നാട്ടുകാരുടെ ഭാഗത്തു നിന്നുണ്ടായെങ്കിൽ പോലും ഇവിടെ ഈ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന സ്ത്രീയും അതുപോലെ തന്നെ ഇവിടേക്ക് ഈ ഒരു ഇൻഷുറൻസ് സ്ഥാപനത്തിലേക്ക് സേവനത്തിന് വേണ്ടി എത്തിയ സ്ത്രീയും ജീവനോടെ അവർക്ക് രക്ഷിക്കാൻ സാധിച്ചില്ല. ഏകദേശം പൂർണ്ണമായി കത്തിക്കരിഞ്ഞ നിലയിലാണ് ഈ 2 മൃതദേഹങ്ങളും ഇവിടെ ആശുപത്രിയിൽ നിന്ന് ഈ സ്ഥാപനത്തിൽ നിന്ന് പുറത്തേക്ക് എടുക്കാനായി സ്ഥാപിച്ചത്. ഇവിടെ നിന്നുള്ള തീ, അതായത് ഈ ഒരു കടയ്ക്കുള്ളിൽ ആളി കത്തിക്കൊണ്ടിരുന്ന തീ നാട്ടുകാരുടെ ശ്രമത്തോടു കൂടി അണച്ചതിന് ശേഷമാണ് 2 മൃതദേഹങ്ങളും എത്തിച്ച് പുറത്തേക്ക് എടുത്തത്. ആ സമയത്താണ് തന്നെയാണ് നമുക്ക് പ്രതീക്ഷ ഇവിടെ പ്രഥമം നമുക്ക് കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത് വലിയ അത്യാവശ്യം കാലപ്പഴക്കമുള്ള ഒരു കെട്ടിടമാണ്. കാര്യം ഇതിൻ്റെ സീലിംഗ് ഒക്കെ തന്നെ ഈ ഒരു തീയിൽ പൂർണ്ണമായി കരിഞ്ഞ നിലയിലാണ് ഇതിൻ്റെ സീലിംഗ് ഒക്കെ തന്നെ കാണുന്നത്. അതുപോലെ തന്നെ ചുവരുകളും അത്തരത്തിൽ കാലപ്പഴക്കമുള്ള ഒരു രീതിയിൽ തന്നെയാണ് കാണുന്നത്. എന്തായാലും പക്ഷേ ഈ ഒരു വളരെ ചെറിയൊരു കെട്ടിടമാണ്. ഇതിൻ്റെ 2ാമത്തെ നിലയിലുള്ള ഒരു ചെറിയ റൂം മാത്രമാണ് ഈ അഗ്നിക്കിരയായിരിക്കുന്ന ഈ ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനിയുടെ ഈ കെട്ടിടം എന്ന് പറയുന്നത്. ഇത് ഒരു ചെറിയ റൂമാണ്. അതിനുള്ളിൽ തന്നെയാണ് ഈ ക്യാബിനായി തിരിച്ചുകൊണ്ട് ഈ ഇൻഷുറൻസ് സ്ഥാപനത്തിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ തന്നെ ഇതിൻ്റെ അകത്ത് നടത്തിയിരുന്നത്. ഇതിൽ തൊട്ട് ചേർന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് താഴെയായിട്ട് ഒരു ചെറിയ ജുവലറി, ഒരു ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഗോൾഡ് കവറിംഗ് ഒരു ഫാൻസിയാണ് ഇതിന് താഴെ പ്രവർത്തിക്കുന്നത്. അതുപോലെ തന്നെ ഈ കെട്ടിടത്തിൽ ഈ അഗ്നിക്കിരയായതിനെ തൊട്ട് ചേർന്ന് 2ാമത്തെ നിലയിൽ പ്രവർത്തിക്കുന്നത് പത്മതീർത്ഥം എന്ന് പറയുന്ന ഒരു സ്റ്റേഷനറി ഫാൻസി കൂടിയുള്ള ഒരു കടയുമാണ്. സംഭവ സ്ഥലത്ത് നിന്നും ചേർന്നുകൊണ്ട് ഹരി, ഇപ്പോൾ 2 പേരാണ് മരണപ്പെട്ടിരിക്കുന്നത്. വലിയ തീപിടുത്തമായിരുന്നു. അവർക്ക് രക്ഷപ്പെടാൻ കഴിയാത്ത വിധമായിരുന്നു തീ ആളിക്കത്തിയത്. ഇവരുടെ ഡീറ്റെയിൽസ് എന്തെങ്കിലും ഉണ്ടോ മരിച്ചവരുടെ?
മരിച്ചവരുടെ വിവരങ്ങൾ നമുക്ക് കിട്ടിയിട്ടില്ല. അതായത് ഈ നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ സ്ഥലം, ഈ വിശ്വാസ് മെഡിക്കൽസിൻ്റെ തൊട്ടടുത്ത് ദ ന്യൂ ഇന്ത്യ ഇൻഷുറൻസ്, അവിടെ ആ ഇൻഷുറൻസിൻ്റെ കമ്പനി പ്രവർത്തിക്കുന്ന ഈ കടയിലാണ് തീപിടുത്തമുണ്ടായത്. ഒരു ചെറിയൊരു കട തന്നെയാണ്, രണ്ടാമത്തെ നിലയാണ്. അതിൻ്റെ പ്രശ്നമെന്ന് പറയുന്നത് നമുക്ക് ഇവിടെ നിന്ന് കാണുമ്പോൾ മനസ്സിലാക്കുന്നത് പൂർണ്ണമായും ആ കട കത്തി നശിച്ചിരിക്കുന്ന ഒരു സ്ഥിതിയാണ് അവിടെ ഉള്ളത്. അതായത് സാധാരണ ഒരു ഇൻഷുറൻസ് ഓഫീസിൽ സാധാരണ ഉണ്ടാവുക കുറേ ആളുകളുടെ വിവരങ്ങളടങ്ങിയ ഫയലുകൾ, കമ്പ്യൂട്ടറുകൾ, ഫർണിച്ചറുകൾ, അലമാര, ഇതൊക്കെ ആയിരിക്കും ഉണ്ടാവുക. പക്ഷെ അതെല്ലാം പൂർണ്ണമായും കത്തി നശിച്ചിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നത്. ഇവിടെയുള്ള ആൾക്കാരെടുത്ത് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ആ ഓഫീസിൽ, ആ കടയിൽ ആകെ ഒരു സ്റ്റാഫാണ് ഉള്ളത്. ഇപ്പോൾ അടുത്തയാൾ എന്ന് പറയുന്നത് 2 പേർക്ക് ഗുരുതരമായി പൊള്ളലേറ്റ് ആശുപത്രിയിൽ കൊണ്ടുപോയി മരിച്ചു എന്നുള്ള വിവരമാണ് നമുക്ക് അറിയുന്നത്. പക്ഷെ അത് നമുക്ക് ഔദ്യോഗികമായി അറിയില്ല.